പുസ്തകം 32 അധ്യായം അതിൻ്റെ 10 മുതലുള്ളതായ 10 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങളെ ഇന്ന് രാത്രികാലം നമുക്ക് പ്രാർത്ഥിക്കാം. ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 32 വേഴ്സ് 10 to 13. പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനയിൽ പങ്കുചേർന്നിരിക്കുന്നതായ എല്ലാവരും ഓർത്ത് കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രികാലം നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. പ്രിയ അജിയുടെയും അനിയുടെയും കസിൻ ബ്രദർ അമേരിക്കയിൽ നമ്മൾ ഇവിടെ ഇന്ന് രാത്രികാലം വിസിറ്റ് ചെയ്യുന്നു. അവർ നേരത്തെ ഇവിടെ കാനഡയിൽ ഉണ്ടായിരുന്നവരായിരുന്നു. അവർ അമേരിക്കയിൽ കുറച്ചാളിന് മുമ്പ് ഷിഫ്റ്റ് ചെയ്ത് അവർ ഓർത്ത് കർത്താവിന് സ്തോത്രം. കരങ്ങളടിച്ച് നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. താങ്ക് യു. ആവർത്തനം 32 അധ്യായം അതിൻ്റെ 10 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങൾ. For tonight's meditation, let's turn to the attention of book of Deuteronomy chapter 32 verse 10 onwards. അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി. അവനോട് കൂടെ അന്യദൈവം ഉണ്ടായിരുന്നില്ല. അവൻ ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവനെ വാഹനമേറ്റി. നിലത്തെ അനുഭവം കൊണ്ട് അവൻ ഉപജീവിച്ചു. അവനെ പാറയിൽ നിന്ന് തേനും തീക്കല്ലിൽ നിന്ന് എണ്ണയും കുടിപ്പിച്ചു. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ ആവർത്തന പുസ്തകം 32 അധ്യായം മോശയുടെ ഒരു പാട്ടാണ്. Deuteronomy chapter 32, it's a song written by the man of God Moses. അത് മനസ്സിലാക്കണമെങ്കിൽ 31 അധ്യായം അതിന് 30 വാക്യം വായിക്കാം. അങ്ങനെ and chapter 30 verse 31 verse 30. അങ്ങനെ മോശ ഇസ്രായേലിന്റെ സർവ്വസഭയെയും ഈ പാട്ടിന്റെ വചനങ്ങളൊക്കെയും ചൊല്ലി കേൾപ്പിച്ചു. അപ്പോൾ അവിടെ മുതൽ നമ്മൾ വായിക്കുമ്പോൾ ആ 30 വാക്യവുമായിട്ട് 32 അധ്യായത്തിന് ഒരു ബന്ധമുണ്ട്. ഈ പാട്ടിന്റെ വചനങ്ങളെല്ലാം ഒക്കെയും ചൊല്ലി മോശ കേൾപ്പിച്ചു. ആരെ? ഇസ്രായേൽ മക്കളെ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. And over there it says, then Moses spoke the words of the song until they were finished in the ears and all the assembly of Israel. ഈ പാട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. മോശ ദൈവത്തെ ഈ 40 വർഷം കൊണ്ട് രുചിച്ചറിഞ്ഞതായ മോശയെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. And over there we see a Moses who has seen and experienced and tasted the goodness of God for the last 40 years. അങ്ങനെ ദൈവത്തെ താൻ രുചിച്ചറിഞ്ഞതുകൊണ്ട് പല വാക്യങ്ങളിലും ആ ദൈവത്തിന്റെ മാഹാത്മ്യവും ആ ദൈവത്തിന്റെ ശക്തിയും ആ ദൈവത്തിന്റെ കൃപയും മോശ ആവർത്തിച്ച് പറയുന്നത് നമുക്ക് ഈ പാട്ടിൽ കാണുവാൻ സാധിക്കുന്നു. And because of that we can see Moses often repeating the majesty, the power, the magnificence of the Almighty God over and over again. അതുപോലെ തന്നെ ഈ പാട്ടിന്റെ മറ്റൊരു വിശേഷത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ദൈവം പ്രവർത്തിച്ചതായ തന്റെ വഴികളെ ഈ പാട്ടില് മോശ കാണിക്കുന്നുണ്ട്. And also Moses portrays the wondrous works that God has done for the children of Israel. അവന്റെ 10 വാക്യത്തിൽ പറയുന്നു ശൂന്യ പ്രദേശത്ത് നിന്ന് അതിനുശേഷം 13 വാക്യത്തിൽ പറയുന്നു ഭൂമിയുടെ ഉന്നതങ്ങളിലെ വാഹനമേറി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. Verse 10 it says he found him in the desert place, and verse 13 says and he made him ride on high places of the land. ഈ 10 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത് എല്ലാം കൂടെ ഒന്ന് എടുത്തിട്ട് ഒരു ടൈറ്റിൽ നമ്മൾ ആ വാക്യങ്ങളുടെ മുകളിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാം. ഹല്ലേലൂയ. ശൂന്യത മുതൽ ഉന്നതി വരെ. And if you're going to title those paragraphs, those verses, we can see from the emptiness to the fullness. ശൂന്യതയിൽ നിന്ന് ഉന്നതിയിലേക്ക് നടത്തിയതായ സർവശക്തനായ സർവവ്യാപിയായ സർവജ്ഞാനിയായ ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. And over there we can see the wonders, the great, the mighty, the almighty, the wonderful God who led them from the emptiness to the fullness of what ദൈവത്തോട് അവർ പറ്റിച്ചേർന്നിരുന്നത് കൊണ്ട് അവരുടെ ശൂന്യതയിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഉന്നതിയിലേക്ക് അവരെ കർത്താവ് നടത്തി. And because they stood with God, they were close with God, God raised them and exalted them from the low estate. അവരുടെ ആരംഭം പഠിച്ചു കഴിഞ്ഞാൽ ശൂന്യതയിൽ നിന്നാണ് ദൈവം അവരെ അനുഗ്രഹിക്കാനുള്ളതായ ആരംഭം കുറിക്കുന്നത്. And when we study their lives, we understand God began to bless them from the low estate or from the emptiness of their life. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ശൂന്യതയുടെ അനുഭവത്തിലായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അവസ്ഥയെ മാറ്റുവാൻ
ചെയ്യുവാനായിട്ട് നമ്മുടെ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കാം. I strongly believe if there's anyone who is listening to me, that if you are in the lowest state of your life, our God is a God of revival. He can lift you up and raise you up from the lowest state. ഇസ്രായേൽ മക്കളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവർ മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടന്നുപോയി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. And then we study the life of Israelites, we understand they passed through the experience of wilderness. And പ്രത്യേകിച്ച് 5 തരത്തിലുള്ളതായ മരുഭൂമിയുടെ അനുഭവങ്ങൾ അവർക്കുണ്ടായി എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. And we know, we study, we understand they went through 5 different experiences of desertness, of wilderness. നമ്മൾ മരുഭൂമിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭൂമിശാസ്ത്രപരമായി മരുഭൂമികൾ നമുക്ക് കാണുവാൻ സാധിക്കും. And when we study about desert, we can understand from geographical point of view, we can study, understand about deserts. രാജസ്ഥാനിലെ ഥാർ മരുഭൂമിയുണ്ട് ഇന്ത്യയിൽ. And in Rajasthan there is a well familiar desert in India. ആഫ്രിക്കയിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് മരുഭൂമികൾ കാണുവാൻ സാധിക്കും. And same thing we can see in many deserts in the land of Africa. എന്നാൽ ദൈവമക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മരുഭൂമി നമുക്ക് ഒരു അനുഭവമാണ്. ഒരു ഭൂമിശാസ്ത്രപരമായി നമുക്ക് ചിലപ്പോൾ അത് ഹല്ലേലൂയ കമ്പയർ ചെയ്യാൻ സാധിക്കയില്ല. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിലെ മരുഭൂമിയുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. And similarly, child of God, in the life of a child of God, it might not be geographical but physical, but rather it might be an experience of wilderness that you and I have to go through. നമ്മൾ പാർക്കുന്ന ഈ പട്ടണത്തിലോ അല്ലെങ്കിൽ ഈ രാജ്യത്തോ ഒരു മരുഭൂമിയില്ല. The land and the city that we live in perhaps is not a place of desert. എന്നാൽ മരുഭൂമിയുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ ഏത് രാജ്യത്ത് ജീവിച്ചാലും ചിലപ്പോൾ കടന്നു പോകുവാൻ സാധ്യതയുണ്ട്. But when you go through the land and wherever you go, God is a God who can lead. അപ്പോൾ മരുഭൂമി ഭൂമിശാസ്ത്രമായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ തന്നെ മരുഭൂമി ഒരു അനുഭവമായി നമുക്ക് കാണുവാൻ സാധിക്കും. And when you study the land, when you study about the desert, it's an experience, it's something that God can lead. അതിൻ്റെ 10-ാം വാക്യം 32-ന്റെ 10-ാം വാക്യം നമ്മൾ വായിച്ചു. താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു എന്ന് എഴുതിയിരിക്കുന്നു. And verse 10 says he found him in a desert place and in the howling pace of the wilderness. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളുടെ ശബ്ദം മാത്രമേ മരുഭൂമിയിൽ കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. And what we know, what we understand is that it's a place that we only hear the sound of the animals. എന്നാൽ അവരെ അങ്ങനെയുള്ളതായ ശൂന്യതയിൽ അവരായിരുന്നപ്പോൾ അവരെ സർവശക്തനായ ദൈവം കണ്ടു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. But even in those low estate in the time of the wilderness, God saw them. യെഹെസ്കേലിന്റെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 35 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ മരുഭൂമിയെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളെ കടന്നുപോയതായ ഒന്നാമത്തെ മരുഭൂമി നമുക്ക് ഇവിടെ കാണാം. When it comes to the book of Ezekiel, we can see the one particular desert that they went through. 20-ാം അധ്യായം 35 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ അവിടെ ഒന്ന് നിർത്താം. ഇവിടെ പറയാണ്, ഞാൻ നിങ്ങളെ എവിടെയാണ് ജാതികളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുചെന്നു അവിടെ വെച്ച് മുഖാമുഖമായി നിങ്ങളോട് വ്യവഹരിക്കും. And it says, I will bring you into the wilderness of the people and there will I plead with you face to face. ഇവിടെ പറയാണ് മരുഭൂമിയിലേക്ക് ജാതികളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി എന്ന്. And over there it says the wilderness of the people. ഇവിടെ ജാതികളുടെ മരുഭൂമി എന്ന് പറയുന്നത് മിസ്രൈം എന്ന് പറയുന്നതായ ആ ജാതികളുടെ മരുഭൂമിയിലെ ദൈവത്തിന്റെ മക്കളായ ഇസ്രായേൽ മക്കളെ 400 ചിലവാനും വർഷം അവരെ ചിലവഴിക്കേണ്ടി വന്നു. And this particular land that's mentioned over there called the wilderness of the people, it refers to the experience, the time that the children of Israel was in the land of Egypt. എന്നാൽ അവർ ആ മരുഭൂമിയിൽ ആയിരുന്നപ്പോൾ ഞാൻ അവരോട് മുഖാമുഖമായി സംസാരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. And over there it says, even though they were in the wilderness of the people of the Egypt, there is a God who spoke with them face to face. മുഖാമുഖമായി നിങ്ങളോട് വ്യവഹരിക്കും അല്ലെങ്കിൽ വിചാരണ നടത്തുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. And says he will plead with you face to face. അവിടെ വിചാരണ നടത്തുക അല്ലെങ്കിൽ വ്യവഹരിക്കുക എന്ന് പറയുന്നത് ഒരു കോടതി ഭാഷയാണ്. സിമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരോട് സംസാരിക്കുവാൻ താല്പര്യമുണ്ട്, എനിക്ക് അവരോട് സംസാരിക്കണം, അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. And the term plead over there is it's a court language that says he will stand, he will be with you and he will talk and he will plead on your behalf. അതിന്റെ 36-ാം വാക്യം വായിക്കാൻ പറ്റില്ലേ? മിസ്രൈം ദേശത്തിന്റെ
അപ്പോൾ അവരെ ജാതികളുടെ മരുഭൂമിയിലായിരുന്നപ്പോൾ, അല്ലെങ്കിൽ മിസ്രൈമിലെ ഹല്ലേലൂയ അവര് ഫറവോന്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ ഒരു വലിയ മരുഭൂമിയായിരുന്നു. ആ മരുഭൂമിയിൽ ആയിരുന്നപ്പോൾ അവിടെ പറയാണ്, മിസ്രൈം ദേശത്തിന്റെ മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ വ്യവഹരിച്ചതുപോലെ നിങ്ങളോടും വ്യവഹരിച്ച് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. As I pleaded with your fathers in the wilderness of the land of Egypt, so will I plead with you, says the Lord God. എന്നാൽ അവര് ആ മരുഭൂമിയിൽ ആയിരുന്നപ്പോൾ ഹല്ലേലൂയ ഒത്തിരി വേദനകളിലൂടെ കടന്നുപോയതായ ഒരു കൂട്ടം ജനമാണ് ദൈവത്തിന്റെ മക്കള്. But even when they were going through the life of the time of wilderness, on that particular period, they went through a lot of pain. അതിന്റെ പണിയെടുത്തു കഴിഞ്ഞാൽ കൂലി കിട്ടുകയില്ല. ഹല്ലേലൂയ. And they were not paid the wages for the work they have done. വെള്ളം കോരണം, ഇഷ്ടിക ഉണ്ടാക്കണം എന്ന് വേണ്ട, വിറക് ഹല്ലേലൂയ കീറണം, ഒത്തിരി പണി അവരെ കൊണ്ട് ചെയ്തായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. And we understand that they have to find the resources and the material for everything that was required. എന്നാൽ ആ മിസ്രൈം മരുഭൂമിയിലെ അവരായിരുന്നപ്പോൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ യഹോവ അരുളി ചെയ്തു, മിസ്രൈമിലുള്ളതായ എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങളെ അറിയുന്നു. And when we come to the book of Exodus, over there God says, I have seen the cry of my people, I have seen the suffering, I have heard the cry, and I have seen what the taskmasters do unto them. ഇസ്രായേൽ മക്കൾ കഷ്ടതയും ഹല്ലേലൂയ അവരുടെ നിലവിളിയും കേട്ട കർത്താവ്, ഹല്ലേലൂയ അവരുടെ സങ്കടങ്ങളെ അറിഞ്ഞ കർത്താവ്, എന്റെയും നിന്റെയും സങ്കടങ്ങളെ അറിയുന്ന കർത്താവാണ്. O child of God, the very God who has seen the affliction of the people of the land of Egypt and heard the cry of because of the taskmasters, our God hears our cry and our pain. അവർ മിസ്രൈമിലെ ആ മരുഭൂമിയിലായിരുന്നപ്പോൾ അവരുടെ നിലവിളി കേട്ട കർത്താവ്, എന്റെയും നിന്റെയും നിലവിളി കേൾക്കുമെന്ന് ഇന്ന് രാത്രികാലം നമുക്ക് വിശ്വസിക്കാം. Tonight, let's believe that the very God who heard the cry of the people in the land of Egypt is the same God who will hear the cry of ours as ഇവർ well. 400 വർഷത്തിലധികം അവിടെ കടന്ന് കരഞ്ഞു. എന്നാൽ നീ ചിലപ്പോൾ ചില മാസങ്ങളായി, ചില വർഷങ്ങളായി ചില വിഷയങ്ങൾക്ക് വേണ്ടി കരയുന്നുണ്ടായിരിക്കാം, പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ നിന്റെ കരച്ചില് കേൾക്കുന്നതായ ഒരു കർത്താവ് ഉണ്ട്. ഹല്ലേലൂയ. Amen. They cried for 400 years. Maybe for you it's not 400 years, but it could be some weeks, months, and years. But there is a God who still hears the cry of everything that you do. നിന്റെ കഷ്ടത കാണുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. There is a God who sees your afflictions. നിന്റെ സങ്കടങ്ങൾ ആരും അറിഞ്ഞില്ലെങ്കിൽ തന്നെയും അറിയുന്നതായ ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. Even if no one's there to witness and see your burden, there's a God who understands it. ചിലപ്പോൾ നീയോ ഞാനോ സങ്കടപ്പെടുന്നത് ഹല്ലേലൂയ മനസ്സിലാക്കുവാനായിട്ട് മറ്റൊരു വ്യക്തി ചിലപ്പോൾ കഴിയുകയില്ല. Maybe your colleague or your friends or someone else will not be able to understand or grasp the pain that you're going through emotionally. ചിലപ്പോൾ നമ്മുടെ സങ്കടങ്ങളെ നമ്മളിൽ തന്നെ നമ്മൾ ഒതുക്കി ആരും അറിയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഹല്ലേലൂയ നല്ലതായിട്ടൊക്കെ ചിലപ്പോൾ ഇടപെടും, സംസാരിക്കും. Sometimes we may pretending putting on a show that we don't want others to understand the pain that you and I am going through. എന്നാൽ എന്റെയും നിന്റെയും ഉള്ളിലെ ആർക്കും കാണാത്തതായ, ആരും അറിയാത്തതായ ഹല്ലേലൂയ സങ്കടങ്ങൾ പോലും അറിയുന്നതായ ഒരു കർത്താവിനെയാണ് ഞാനും നീയും സേവിക്കുന്നത്. ഹല്ലേലൂയ. My child of God, tonight let me remind you, we serve an almighty God who knows the sigh and the breath and the pain of our bottom of our heart. ഏതെങ്കിലും സങ്കടങ്ങളിലെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ എന്റെ സങ്കടങ്ങളെ കാണുന്നതായ ഒരു കർത്താവ് ഉണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ സങ്കടങ്ങളെ മാറ്റുവാനായിട്ട് ആ കർത്താവിന് കഴിയും. If anyone is going through that experience of sorrow, believe it and by faith and believe it and say yes, my God is able to turn my sorrow into joy. എന്നാൽ അവര് ആ വലിയ മരുഭൂമിയിലെ മിസ്രൈം മരുഭൂമിയിൽ കിടന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഒരു പദ്ധതി നമുക്ക് 3-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു മോശയെ എഴുന്നേൽപ്പിച്ച് ആ ഫറവോന്റെ അടുത്തേക്ക് അയക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. And when the people began to cry in the wilderness in the land of Egypt, we see God's provision. He raises up Moses and he sends him to Pharaoh. ദൈവം അവരുടെ നിലവിളി കേട്ട ദൈവം ഇപ്പോൾ ഹല്ലേലൂയ തീരുമാനിച്ചു. അതിന് 8-ാം വാക്യം വായിക്കുമ്പോൾ അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവിയർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ
ഇറങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. And verse 30 says, verse 8 it says, and I have come down to deliver them out of the hand of the Egyptians and to bring them up out of the land into a good land and give them a large. മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവ് ഹല്ലേലൂയ അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. And over there says, and he came down to deliver them from the land of Egypt. എനിക്ക് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കർത്താവിനെ നമ്മൾ സേവിക്കുന്നത്. You and I'm serving a God who can come down and to save us. ഇന്ന് രാത്രികാലം ആ കർത്താവ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. And the very God is here tonight. ആ കർത്താവ് ഇന്ന് രാത്രികാലം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ആ കർത്താവിനോട് നിന്റെ സങ്കടങ്ങൾ ഒന്ന് പറയുവാൻ സാധിക്കുമോ? ഹല്ലേലൂയ. If that God is over here present tonight, can we tell our burdens, our sorrows and our pains unto him tonight? ഇവിടെ ഇറങ്ങി വന്നതായ ആ കർത്താവിനെ വിശ്വാസത്താലെ നിനക്കൊന്ന് തൊടുവാൻ സാധിക്കുമോ? ഇന്ന് Are you രാത്രികാലം able to touch him, to feel him, and by faith tonight over here? നീ വിശ്വാസത്താലെ ഇന്ന് രാത്രികാലം കർത്താവിനെ തൊട്ടാല് ആ കർത്താവ് നിന്നെ തിരിഞ്ഞു തൊടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. Amen, child of God. If you come closer to God by faith tonight, remember one thing, he will come closer to you as well. ഇവിടെ അതിന്റെ 9-ാം വാക്യം പറയുന്നത്, ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കല് എത്തിയിരിക്കുന്നു, മിസ്രൈമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. And verse 9 says, therefore behold, the cry of the children of Israel is come unto me, and I have also seen the oppression that the Egyptians have നമ്മുടെ oppressed. ക്രിസ്തീയ ജീവിതത്തിലെ മനുഷ്യർക്ക് നമ്മളെ ചിലപ്പോൾ ഞെരുക്കാം. ഹല്ലേലൂയ. എന്നാൽ ശത്രുവിന് നമ്മളെ ഞെരുക്കാം. In our Christian life, maybe a human being as well as a devil can oppress us. നീ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ നിന്നെ ചിലർക്ക് ഞെരുക്കുവാൻ സാധിക്കും. And maybe the place that you work, you may go through an oppression. എന്നാൽ ശത്രുവിന് നമ്മളെ ഞെരുക്കുവാൻ സാധിക്കും. At the same time, the devil also can oppress us. എന്നാൽ ശത്രു ഞെരുക്കിയാലും മനുഷ്യർ ഞെരുക്കിയാലും ആര് ഞെരുക്കിയാലും നിന്റെ ഞെരുക്കങ്ങളിൽ നിന്ന് നിന്നെ വിടുവിക്കുന്നതായ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. Amen. Doesn't matter who is oppressing you, even as a human being or friends or colleagues or co-workers or even the devil, God can deliver us even in the middle of those oppressions. എന്നാൽ അവരെ കുറിച്ച് പഠിക്കുമ്പോൾ 400 ചിലവാനും വർഷം ഈ മിസ്രൈം മരുഭൂമിയിലെ അവർ സമയം ചിലവഴിക്കേണ്ടി വന്നുവെങ്കിൽ തന്നെയും ഈ മരുഭൂമിയെ അവർ തരണം ചെയ്തു. And when we study the life of the children of Israel, even though they've been in the land for nearly 400 years plus, they were able to overcome that wilderness. നമുക്കും ഒരു വിശ്വാസമുണ്ട്, നമ്മൾ അഭിമുഖീകരിക്കുന്ന പലതിനെയും നമുക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. Child of God, you and I should have the faith that you and I can face the wilderness and the problem that you and I am going through. ഇത്രയും വലിയ അടിമത്തത്തിൽ നിന്ന് അവർ തരണം ചെയ്തുവെങ്കിൽ, അവരെ വിടുവിച്ചുവെങ്കിൽ, ഹല്ലേലൂയ, ഞാനും നീയും ഹല്ലേലൂയ പുറത്ത് വരുമെന്ന് നമ്മൾ വിശ്വസിക്കണം. If God is able to deliver them from the land of the Egypt, from the hand of the Pharaoh, and from that oppression, believe it tonight, you and I can do the same thing. നമ്മുടെ ആത്മീയ ജീവിതത്തിലൊക്കെ സ്ട്രഗിൾസ് ചെയ്യുന്നതായ ഒത്തിരി ഏരിയാസ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കാണും. എന്നാൽ നമ്മുടെ സ്ട്രഗിൾസിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. There might be areas in our spiritual life that you and I am going through by different areas of being oppressed, but God's desire is that we will be able to overcome. നമ്മളെ ആത്മീയമായി ഞെരുക്കുന്ന വിഷയങ്ങൾ കാണും. There might be things that might be oppressing us spiritually. എന്നാൽ ആ ഞെരുക്കം മാറി അതിനെ തരണം ചെയ്ത് ഹല്ലേലൂയ ആത്മീക സ്ട്രഗിൾസ് മാറി നമ്മളെ പുറത്തു വരണം. അതാണ് ഉപവാസ പ്രാർത്ഥനയിൽ നടക്കേണ്ട കാര്യം. What needs to be happen in this fasting and prayer is that there is a breakthrough of those oppressions of what you're going through. ആത്മീയമായി നമുക്ക് ഞെരുക്കമുണ്ടെങ്കിൽ ആത്മീക ഞെരുക്കം ഈ ഉപവാസ പ്രാർത്ഥനയിൽ മാറണം. ഹല്ലേലൂയ. If you are being quenched spiritually, there needs to be a breakthrough in your spiritual life. എന്നും ആത്മീയമായി ഹല്ലേലൂയ ഞെരുക്കത്തിലായിരിക്കാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. God does not desire that you and I are spiritually be oppressed all the time. നമ്മുടെ ആത്മീക ഞെരുക്കം ഒന്ന് മാറണം. ഹല്ലേലൂയ. അത് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? How many of you have the desire here tonight? നമ്മുടെ ഈ ആത്മീക ഞെരുക്കത്തെ മാറ്റുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. നമ്മുടെ കർത്താവിന് മാത്രമേ നമ്മുടെ ആത്മീക ഞെരുക്കത്തെ മാറ്റുവാൻ സാധിക്കൂ. Child of God, there's no one who can take away the oppression or the lackiness of the spirituality. Only God can do. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും നമ്മുടെ ആത്മീയ ഞെരുക്കത്തെ മാറ്റുവാൻ സാധിക്കും. ഹല്ലേലൂയ. By faith and the prayer and the fasting can change it. ഞാൻ വിശ്വസിക്കുന്ന ഈ ഉപവാസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആത്മീയ ഞെരുക്കങ്ങൾ ഹല്ലേലൂയ മാറുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. I strongly believe our situations will be changed towards the end of this fasting. ആത്മീക ഞെരുക്കം മാറിയാൽ മറ്റുള്ളതായ എല്ലാ ഞെരുക്കങ്ങളും ഹല്ലേലൂയ മാറും. ഹല്ലേലൂയ.
Amen. If there are shortcomings in the spiritual life, if that gets changed, I strongly believe everything else in life will be changed. എന്നാൽ ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ മറ്റു പല ഞെരുക്കങ്ങളും മാറണം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. Many times we want everything else to be equalized and overcome the shortfalls. നമ്മുടെ സാമ്പത്തിക ഞെരുക്കം മാറണം. ഹല്ലേലൂയ. Our financial crisis needs to be നമ്മുടെ overcome. വർക്ക് പ്ലേസിൽ അഭിമുഖീകരിക്കുന്ന ചില ഞെരുക്കങ്ങൾ മാറണം. The ഹല്ലേലൂയ. problem that you face in our workplace needs to be overcome. മറ്റു ചില ഞെരുക്കങ്ങൾ ചിലപ്പോൾ കാണും, അത് മാറുവാൻ നമുക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ നമ്മുടെ ആത്മീക ഞെരുക്കം ഒന്ന് മാറുമ്പോൾ ഹല്ലേലൂയ ആ പാക്കേജിനകത്ത് മറ്റുള്ള ഞെരുക്കങ്ങളെല്ലാം മാറ്റുന്നതായ ഒരു സാന്നിധ്യമുണ്ട്. Our child of God, many times you and I have the desire for everything, it's a situation around us to be changed. But when our spiritual status change, our situation will be changed as well. ഇവിടെ ഹോശേയയുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എഫ്രയീമിനെ ഒന്ന് വായിക്കാം. Ephraim is oppressed and broken in judgment because he willingly walked after the commandment. Hosea chapter 5 verse 11. എഫ്രയീമിന് മാനുഷ്യ കൽപ്പന അനുസരിച്ച് നടപ്പാൻ ഇഷ്ടം തോന്നിയത് കൊണ്ട് അവൻ പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവനുമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഹോശേയയുടെ പുസ്തകത്തിൽ പറയാണ് എഫ്രയീം എന്നിവിടെ പറയുന്നത് ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് പറയുന്നത്. അവര് മാനുഷ്യ കൽപ്പന അനുസരിച്ച് നടപ്പാൻ ഇഷ്ടം തോന്നിയത് കൊണ്ട് അവൻ പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവനുമായിരിക്കുന്നു. And it is mentioned over there about the Israelites because he was willing to walk after the commandments or the desires of his own, and therefore Ephraim is oppressed and broken in judgment. വ്യവഹാരം എന്ന് പറയുമ്പോൾ രണ്ട് പേര് തമ്മിലുള്ളതായ പ്രശ്നങ്ങളെ പറഞ്ഞു തീർക്കുന്ന ഒന്നാണ് ഈ വ്യവഹാരം എന്ന് പറയുന്നത്. And what the judgment is actually a term that's used when there's a quarrel between two people, and that is called. അപ്പോൾ ദൈവത്തിന് എവരോട് വ്യവഹാരം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് ചിലതൊക്കെ എവരോട് സംസാരിപ്പാൻ ഉണ്ട് എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ And സാധിക്കുന്നത്. over there we understand it's a issue with God and the people, and God had and it has to be solved among them. എന്നാൽ എഫ്രയീമിനെ കുറിച്ച് ഇസ്രായേലിനെ കുറിച്ച് അവിടെ പറയുന്നത് അവര് എന്നോടുള്ളതായ ആ വ്യവഹാരത്തിൽ എന്തുവാണ്, അവർ തോറ്റുപോയി, അവർ പരാജയപ്പെട്ടു. കാര്യം ഹല്ലേലൂയ എന്നെ അവർ മനസ്സിലാക്കുന്നില്ല, ഞാൻ സംസാരിക്കുവാനായിട്ട് ഹല്ലേലൂയ ഒരു സാധ്യത ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് അവർ തോറ്റവരെന്നാണ് പറയുന്നത്. And over there it says, and because they did not understand me, they did not understand my word, they did not understand how I would like to deal with them, therefore they failed in their judgment. നമ്മൾ ചിലപ്പോൾ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നത് നമുക്കിവിടെ പോസ്റ്റൽ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. കാനഡ പോസ്റ്റ് സ്ട്രൈക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അനേക 1-2 മാസം അത് മുന്നോട്ട് പോകാനിടയായി തീർന്നു. And last year we had the postal strike over here, and because of that the strike went on for a few months. എന്ന ന്യൂസ് ഒക്കെ വായിക്കുമ്പോൾ പറയാൻ പോകുന്നത് കാനഡ പോസ്റ്റിന്റെ ചീഫും അതുപോലെ സമരത്തില് ആയിരിക്കുന്നതായ സ്റ്റാഫ് അല്ലെങ്കിൽ കാനഡ പോസ്റ്റിലെ സ്റ്റാഫും എല്ലാം കൂടെ ഒരു ധാരണയിൽ എത്തുവാൻ പോവുകയാണ്. അവരൊരു ചർച്ചയിൽ ഹല്ലേലൂയ അവര് ഇടപെടുവാൻ പോവുകയാണ്. അപ്പോൾ സമരം മാറും എന്ന് പറയുന്നത് വായിക്കുവാനിടയായി തീർന്നു. And when I was listening to the news, it is often mentioned that the leaders, the union, they are coming together around the table having a conversation, and then the solution, and they will find the solution, and the problem will be solved. എന്നാൽ ഈ വർക്കേഴ്സ് പറഞ്ഞതൊന്നും ചീഫ് കാര്യമായി എടുക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവർക്കത് ചെയ്തു കൊടുക്കുവാൻ ഒക്കാഞ്ഞത് കൊണ്ട് സമരം പിന്നീട് വീണ്ടും എന്തുവാണ് തുടർന്നു അല്ലെങ്കിൽ ഹല്ലേലൂയ അവിടെ ഒരു ഒത്തുതീർപ്പ് നടന്നില്ല എന്ന് കാണുവാൻ സാധിക്കുന്നു. And because the management and the workers could not come unanimously together with the common platform, and therefore the strike continued. അപ്പോൾ കർത്താവ് നമ്മളോട് വ്യവഹരിക്കുവാനായിട്ട് താല്പര്യപ്പെടുമ്പോൾ, സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുമ്പോൾ കർത്താവിന് ചിലതൊക്കെ ഞാനും നീയുമായിട്ട് സെറ്റിൽ ചെയ്യുവാനുണ്ട്. Oh child of God, when God wants to come towards us and speak towards us and solve the issues, he would like to speak to us. എന്നാൽ ഞാൻ തയ്യാറാകുന്നില്ല എങ്കിൽ സെറ്റിൽമെന്റ് നടക്കുകയില്ല. But if you and I are not willing to come together with God, the settlement won't happen. ദൈവം നമ്മുടെ അടുത്തേക്ക് വന്ന് സംസാരിച്ച് ചില കാര്യങ്ങളെ ക്രമീകരിക്കുവാനായിട്ട് വ്യവഹരിക്കുവാനായിട്ട് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുമ്പോൾ നാം സമയം കണ്ടെത്തുന്നില്ല, നാം അതിന് തയ്യാറാകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ ഞാനും നീയും ആ വ്യവഹാരത്തിൽ പരാജയപ്പെടുകയാണ്. And when God wants to
to come towards us and approach us and have a settlement among us and with us, when we and I am not willing and does not find the time for it, you and I will fail during the process. അപ്പോൾ ആ ചർച്ചയിൽ തോറ്റാല് സമരം വീണ്ടും തുടരും എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ആ പഴയ പരിപാടിയിൽ തന്നെ ഞാൻ നീ മുന്നോട്ട് പോയാൽ ദൈവത്തിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. And just like we spoke about, when the fail in the talk around the table and the strike continues, when God comes to speak to us and have a settlement, when you and I am not willing, the problem will continue on. എന്നാൽ ദൈവം നമ്മളോട് സംസാരിപ്പാനായിട്ട് താല്പര്യപ്പെട്ട് ഒരു വ്യവഹാരത്തിന് വേണ്ടി എന്നെ നിന്നെ കറക്റ്റ് ചെയ്യുവാനായിട്ട് സന്നദ്ധനായി കടന്നു വരുമ്പോൾ നമുക്ക് നമ്മളെ താഴ്ത്തുവാൻ സാധിക്കുമോ? Oh child of God, when God makes the first move and he is willing to come towards us and he's willing to walk with us and have a conversation with us, you and I should be able to settle നമ്മുടെ and come to പരാജയം God. സമ്മതിക്കുവാൻ സാധിക്കുമോ? Oh, can we acknowledge our failure? നമ്മുടെ വീഴ്ച സമ്മതിക്കുവാൻ സാധിക്കുമോ? Are we able to acknowledge our fallings? നമ്മുടെ രഹസ്യ പാപങ്ങൾ സമ്മതിക്കുവാൻ സാധിക്കുമോ? Are we able to understand and acknowledge our shortcomings? നമ്മൾ അഭിമുഖീകരിക്കുന്നതായ ദൈവമായിട്ടുള്ളതായ ആ ബന്ധം അകന്നിരിക്കുന്നുവെങ്കിൽ അതൊന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുമോ? Are we able to acknowledge our spiritual life with God that you and I am going through? ഇസ്രായേൽ ദൈവത്തിന്റെ വ്യവഹാരത്തെ പഠിക്കുമ്പോൾ ദൈവത്തോട് അവർ അടുത്തു വരണം. അതായിരുന്നു ദൈവത്തിന്റെ ഏറ്റവും വലിയ പദ്ധതി. And God's plan and God's desire that God had towards them is that they will come close with God, and that was God's desire. യെശയ്യാവിന്റെ പുസ്തകം 49-ാം അധ്യായം അതിന്റെ 8 നമ്മൾ വായിക്കുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ച് ദേശത്ത് ഉയർത്തുവാനും കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങി പൊയ്ക്കൊള്ളുവീൻ എന്ന് അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് വെളിയിൽ വരുവീൻ എന്നും പറയുവാനും ഞാൻ നിന്നെ കാത്തു. And chapter 14 and verse 8 it says, and thus the Lord in an acceptable time have I heard thee, and in the day of salvation have I held thee, and I will preserve thee and give thee for a covenant of the people to establish them. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി അവരെ കുറിച്ചുകൂടെ പറയുന്നത് ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ അവർ കൈവശമാക്കണം. അതായിരുന്നു ദൈവത്തിന് അവരെ കുറിച്ചുള്ളതായ പദ്ധതി. And God's plan is that they will be able to inherit the desolate heritage. ശൂന്യമായി കിടക്കുന്നതായ അവകാശങ്ങൾക്ക് യാതൊരു ഫലവും കാണുകയില്ല. And the places of the heritages that's desolate will not have any fruits over there. എന്നാൽ ദൈവത്തിന് അവരെ കുറിച്ചുള്ളതായ പദ്ധതിയും ആഗ്രഹവും അവരുടെ ശൂന്യത മാറി അവർക്കുള്ളതായ അവകാശങ്ങളെ അവരെ കൈവശമാക്കണം, അവരെ അത് നേടിയെടുക്കണം എന്നുള്ളതായിരുന്നു. But God's desire is that they will possess the land and they will inherit the desolate heritage. ശൂന്യത എന്ന് പറയുമ്പോൾ ജോലി ചെയ്യാം, എന്നാൽ ഹല്ലേലൂയ അതെവിടേക്ക് പോകുന്നുവെന്ന് ചിലപ്പോൾ നമുക്ക് പറയുവാൻ സാധിക്കില്ല. എപ്പോഴും ഒരു ഞെരുക്കം. And when we talk about emptiness, perhaps you might be working day and night, but at the end of the day it's emptiness. We do not know where the sources go. ചില 2-3 ജോലി ചെയ്യാം, എന്ന ശൂന്യതയാണ് അനുഭവിക്കുന്നത്. You could be working 2 or 3 times and 2 or 3 works and you still experience the financial crisis. ചർച്ചിൽ വരുന്നുണ്ട്, ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്, പോകുന്നുണ്ട്, എന്നാൽ ആത്മീയമായ ശൂന്യതയാണ്. And you come to church on a regular basis, but you still have the spiritual lackness. അങ്ങനെ ആത്മീയമായും ശാരീരികമായും മാനസികമായും ശൂന്യതയുടെ അവസ്ഥയിൽ തുടരുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ശൂന്യതയൊന്ന് മാറണം. അതിനാണ് കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിലെ എനിക്കും നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടത്. Child of God, God does not want you and I to be physically, spiritually, emotionally, and to be in a backsliding position, but God wants us to overcome, and that's what God did for us in Calvary. അനേക ശൂന്യതകളെ മാറ്റിയതായ ചരിത്രം നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. And we can see from the scriptures that made the story of the history of many times God fulfill those loneliness. കുടുംബങ്ങളുടെ ശൂന്യത കർത്താവ് മാറ്റിയിട്ടുണ്ട്. God who fulfill the emptiness of the family. And വ്യക്തി ജീവിതങ്ങളുടെ ശൂന്യത കർത്താവ് മാറ്റിയിട്ടുണ്ട്. God who fulfilled the emptiness of personal life. പട്ടണങ്ങളുടെ ശൂന്യത കർത്താവ് മാറ്റിയിട്ടുണ്ട്. And God fulfilled and filled the emptiness of the land. ദേശത്തിന്റെ ശൂന്യത കർത്താവ് മാറ്റിയിട്ടുണ്ട്. And God took away the emptiness of the land.